നമ്മുടെ ഹൃദയത്തിന് കേടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ചില സൂചനകൾ ഉണ്ടാവും. നമ്മുടെ വീട്ടിലൊരു ലീക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ലീക്ക് പുറമേക്ക് കാണുന്നതിന് മുമ്പ് തന്നെ അതിന്റെ അടയാളങ്ങൾ ചിലപ്പോൾ നമുക്ക് കിട്ടും. റൂമിലേക്ക് കയറുമ്പോൾ ഒരു നനഞ്ഞ മണം വരും, അതല്ലെങ്കിൽ സീലിംഗിൽ ചെറിയ ഭാഗത്തൊരു കറുപ്പ് നിറം കാണും. ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതിന്റെ കുഞ്ഞു കുഞ്ഞു അടയാളങ്ങൾ എത്രയോ മാസങ്ങളോ വർഷങ്ങളോ മുമ്പ് തന്നെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കാണാൻ സാധിക്കാറുണ്ട്. ഇതിന്റെ ഒരു പ്രധാന കാരണം ഹാർട്ടിന്റെ അസുഖങ്ങളും ബ്ലോക്കുകളും 10-20 കൊല്ലം മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ തുടക്കത്തിൽ തന്നെ നമ്മളിത് കണ്ടെത്തുകയാണെങ്കിൽ അറ്റാക്ക് നമുക്ക് തടയാൻ സാധിക്കും. ഇതിലെ ഒന്നാമത്തെ അടയാളം നമ്മുടെ ചെവിയിൽ വരുന്നതാണ്. ഫ്രാങ്കി സൈൻ എന്നാണ് ഇതിന് പറയാം. ഇത് ചെവിയിൽ കാണുന്ന ഒരു വര പോലുള്ള അടയാളമാണ്. 45 ഡിഗ്രി ചെരിഞ്ഞിട്ട് കാണുന്ന ഒരു വര. ഇതുള്ളവർക്ക് രക്തധമനിയിൽ ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ട് ചെവിയിലും ഒരുമിച്ച് ഇതുണ്ടെങ്കിൽ 70% റിസ്ക്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ചെവിയിൽ വരുന്ന എല്ലാ വരയും ഫ്രാങ്ക് സൈൻ അല്ല. ഒരു പ്രത്യേക ആംഗിളിൽ വരുന്ന വര മാത്രമാണ് ഫ്രാങ്ക് സൈൻ. രണ്ടാമത്തത് പുരുഷന്മാരിലെ ഉദ്ധാരണക്കുറവ്, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. രക്തയോട്ടം കുറയുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവുന്നത്. ആ ഭാഗത്തെ രക്തധമനികൾക്ക് 2-3 മില്ലിമീറ്റർ വ്യാസം ഉണ്ടാവുള്ളൂ. ഹൃദയ രക്തധമനികൾക്ക് 3-4 മില്ലിമീറ്റർ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വന്ന് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഹാർട്ടിലെ രക്തധമനികളിലും ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പഠനങ്ങൾ കാണിക്കുന്നത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വന്നു കഴിഞ്ഞ് 3 മുതൽ 5 വരെ വർഷങ്ങൾ കൊണ്ട് തന്നെ ഹാർട്ടിൽ ബ്ലോക്കുകൾ തുടങ്ങാറുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ അടയാളം മുടികൊഴിച്ചിലും കഷണ്ടിയുമാണ്. പ്രത്യേകിച്ച് ഉച്ചിയിൽ വരുന്ന വെർട്ടെക്സിൽ വരുന്ന കഷണ്ടി. തലയിലേക്കുള്ള രക്തധമനികളിൽ രക്തോട്ടത്തിന് തടസ്സം വരുന്ന വ്യക്തികൾക്ക് കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ഇതേ അതിറോസ്ക്ലെറോസിസ് ഹൃദയത്തിലും സംഭവിക്കാം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 45 വയസ്സിന് മുമ്പ് വരുന്ന കഷണ്ടിയാണ് പ്രധാനമായിട്ടും നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതല്ലാതെ ഒരു വ്യക്തിക്ക് 50-60 വയസ്സിൽ വരുന്ന കഷണ്ടി കൊണ്ട് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്ന് അർത്ഥമില്ല. സ്ത്രീകളുടെ മുടികൊഴിച്ചിലും നിർഭാഗ്യവശാൽ ഇതിന്റെ ഒരു അടയാളമായിട്ട് ഇപ്പോൾ പറയാറുണ്ട്. നാലാമത്തെ അടയാളം കണ്ണിന് ചുറ്റും കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്ന സാന്തിലസ്മ. ശരീരത്തിലെ കൊളസ്ട്രോൾ വല്ലാതെ കൂടുമ്പോൾ അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് സ്കിന്നിൽ പോയിട്ട് അടിഞ്ഞു കൂടുകയാണ്. കണ്ണിന് ചുറ്റും തൊലിയിൽ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശരീരത്തിനകത്തെ രക്തധമനികൾക്കകത്തും അടിഞ്ഞു കൂടിയിട്ടുണ്ടാവാം എന്നുള്ളതാണ് ശാസ്ത്രം. 50%-ലധികമാണ് ഇങ്ങനെയുള്ളവർക്ക് ബ്ലോക്ക് വരാനുള്ള സാധ്യത. പക്ഷേ സാന്തിലാക്സ്മയുള്ള നല്ലൊരു ശതമാനം ആളുകളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കൊളസ്ട്രോൾ നോർമൽ ആയിരിക്കും. അവർ പറയും ഞങ്ങളുടെ കൊളസ്ട്രോൾ ഓക്കെയാണ്, അപ്പോൾ പ്രശ്നമില്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. സാധാരണ ബ്ലഡ് ടെസ്റ്റിൽ കാണാത്ത ചില കൊളസ്ട്രോളുകൾ ഉണ്ട്. ഒരു ഉദാഹരണത്തിന് ലൈപ്പോപ്രോട്ടീൻ എ, അതല്ലെങ്കിൽ പാർട്ടിക്കിൾ സൈസ് കുറഞ്ഞ അബ്നോർമൽ ആയിട്ടുള്ള കൊഴുപ്പുകൾ. ഇങ്ങനെയുള്ള ഒളിഞ്ഞു കിടക്കുന്ന കൊളസ്ട്രോളും സാന്തിലാസ്മ ഉണ്ടാക്കാറുണ്ട് എന്നറിയുക. അഞ്ചാമത്തത് കാലിലേക്കുള്ള രക്തധമനികളുടെ തടസ്സം, പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ്. ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് ഇതാണ്. നടക്കുന്ന സമയത്ത് കാലിലോ തുടയിലോ ബട്ടക്സിലോ കടച്ചിലുണ്ടെങ്കിൽ ക്ലോഡിക്കേഷൻ എന്ന് പറയുന്ന രക്തദാരിദ്ര്യത്തിന്റെ അടയാളമാണ്. ഇങ്ങനെയുള്ളവർക്ക് വൈകാതെ തന്നെ ഹാർട്ടിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഈ പറഞ്ഞ അടയാളങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ പാരമ്പര്യമോ ഉള്ളൊരു വ്യക്തിക്കാണ് ഇതുപോലുള്ള അടയാളം ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഹാർട്ടിന്റെ ഒരു ടെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക. മുൻകൂട്ടി കണ്ടെത്തുകയാണെങ്കിൽ ഹാർട്ടിലെ ബ്ലോക്കുകൾ തടയാൻ സാധിക്കും.